അമേരിക്ക മുന്നോട്ട് വെച്ച 3 ദിവസത്തെ അന്ത്യശാസനയും പരിധിവിട്ട ഉപാധികളും ഇറാൻ തള്ളി. അതേസമയം ഇറാനുമായി കരാർ രൂപപ്പെടുത്താനോ ഹോർമുസ് തുറക്കാനോ തിരക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൂടുതൽ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നും നാവിക ഉപരോധം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ പുതിയ യുദ്ധം അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്കൻ നീക്കമെന്ന് ഇറാൻ ആക്രമണം പുനരാരംഭിച്ചാൽ ശത്രു ഖേദിക്കേണ്ടി വരുമെന്നും സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ മധ്യസ്ഥ നീക്കത്തിന്റെ ഭാഗമായി പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി വീണ്ടും ഇറാനിലെത്തി. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, 3 ദിവസത്തിനകം കരാർ വേണം എന്നുള്ള അമേരിക്കയുടെ അന്ത്യശാസനം തള്ളുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെയാണ് യുദ്ധം വേണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ഇറാന്റെ പ്രസ്താവനയും വരുന്നത്. മാത്രമല്ല, പല കാര്യങ്ങളും പരിധിവിട്ട ഉപാധികളാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അറിയാവുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹോർമുസ് തുറക്കാൻ തിരക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് നിലവിലെ സ്ഥിതി മുന്നോട്ട് പോകുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് ഇറാന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കും എന്ന് അമേരിക്ക കണക്ക് കൂട്ടുകയാണോ ഇപ്പോൾ? മഹേഷ്, തീർച്ചയായിട്ടും. കാരണം ഇന്നലെ രാത്രി പ്രതികരിച്ച അതേ സ്വഭാവത്തിലല്ല ട്രംപിന്റെ അല്പം മുമ്പ് വന്നിരിക്കുന്ന പ്രതികരണം. ഇന്നലെ രാത്രി അദ്ദേഹം വ്യക്തമാക്കിയത് വെറും 3 ദിവസം, ആ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കരാറിലേക്ക് ഇറാൻ വരേണ്ടതുണ്ട്. അത് വരുന്നില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം പുനരാരംഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ ട്രംപ് പൂർണ്ണമായിട്ടും ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്ന അവരുടെ വളരെ സുചിന്തിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഹോർമുസ് തുറക്കുന്ന കാര്യത്തിൽ ഇറാനുമായിട്ട് ഒരു കരാറിലെത്തുന്ന കാര്യത്തിൽ ഒരു സമയപരിധിയും മുന്നോട്ട് വെക്കുന്നില്ല. എത്ര സമയമെടുത്താലും പ്രശ്നമില്ല, ആണവായുധം സ്വന്തമാക്കുന്ന ഒരവസ്ഥ ഇറാൻ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കടകവിരുദ്ധമായിട്ടുള്ളൊരു പ്രതികരണത്തിലേക്ക് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ യുദ്ധമെങ്കിൽ യുദ്ധം, അതിനെ നേരിടാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഇറാന്റെ പ്രതികരണമാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ, ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നലെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം സമയപരിധിയൊന്നും വെച്ചുകൊണ്ട് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നേരത്തെ തന്നെ വൻശക്തി രാജ്യങ്ങളുമായി 2015 ഇറാൻ കരാറിലെത്തിയത് 18 മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ്. അതുകൊണ്ട് 2 or 3 ഒരാഴ്ചയോ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചർച്ചയെ പരിമിതപ്പെടുത്തരുത് എന്നായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത്. ആ നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വന്നതായിരിക്കണം ഒരുപക്ഷെ നിലപാടിൽ നിന്ന് അല്പം പിറകിലേക്ക് പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ അതേസമയം ആ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപ് ഇപ്പോൾ പോലും തുടരുന്നുണ്ട്. ഇറാന്റെ കൂടുതൽ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പം മുമ്പ് US സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. ഇറാന്റെ ഒരു കപ്പൽ തങ്ങൾ പിടിച്ചെടുത്തു, പരിശോധിച്ചു. ആ പരിശോധിച്ച ഉടൻ തന്നെ അതിനെ വിട്ടയച്ചു, ജീവനക്കാരെയും മോചിപ്പിച്ചതായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ കപ്പലുകൾ പിടിച്ചെടുക്കും, വളരെ ശക്തമായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നതായും ആ ചർച്ചകൾ പുരോഗതിയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി ട്രംപ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പറയുന്നത് ചർച്ചകൾ വളരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്നാണ്. കാരണം ഇത് 2ാം വട്ടമാണ് പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ഇപ്പോൾ തെഹ്റാനിൽ ഇന്ന് രാവിലെയോടുകൂടി എത്തുകയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വളരെ വിശദമായിട്ടുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ തെഹ്റാനിൽ തുടരുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറെ കൂടി വിശദാംശങ്ങൾ അത് കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഹസിൻ നഖ്വി തെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. ആ ചർച്ചകളുടെ ഒരു ഫലം എന്തായിരിക്കും എന്നുകൂടി അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ അറിയാം. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നീക്കങ്ങൾ സംബന്ധിച്ച അമേരിക്ക ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതേസമയം തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. ഒരു സൈനിക ആക്രമണം വേണ്ടി വന്നാൽ അതിന് രാജ്യം പൂർണ്ണമായിട്ടും സജ്ജമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു
നെതന്യാഹു ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളും എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിലേക്ക് തന്നെ ഇരു കൂട്ടരും വരണം. അത് മാത്രമാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗം എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞുരുക്കം ചെറിയ തോതിൽ രൂപപ്പെടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ആഗോള വിപണിയിൽ എണ്ണവിലയിൽ 5% കുറവാണ് ഈ രാത്രിയിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. $111-112 നിന്ന് എണ്ണവില ബാരലിന് ഇപ്പോൾ 105 കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കുറയാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത്. ഒരു പക്ഷേ യുദ്ധവിരാമത്തിലേക്ക് ഇറാനും അമേരിക്കയും നീങ്ങാനുള്ള ഒരു സാധ്യത രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമസ് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ചില നിലപാടുകൾ വൈകാതെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ രാത്രി പുറത്തു വരുന്നത്.